സൂപ്പർ പൊസിഷൻ വെച്ച് വീണ്ടും ഒരു പ്രോബ്ലം ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. സൂപ്പർ ഇതാണ് സ്റ്റെപ്പ് 1 ആയിപ്പോയി. അപ്പോൾ സൂപ്പർ പൊസിഷൻ വെച്ചിട്ട് തന്നെ അടുത്ത പ്രോബ്ലം ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അതിൽ വോൾട്ടേജ് അക്രോസ് 5 ഓം ആണ് കാണാനായിട്ട് പറഞ്ഞത്. 3 സോഴ്സ് ഉണ്ട്, 2 കറണ്ട് സോഴ്സും ഒരു വോൾട്ടേജ് സോഴ്സും. അപ്പോൾ 2 ആംബിയറും 3 ആംബിയറിനെ ആദ്യം എടുത്ത് കളഞ്ഞു. ഒരു വോൾട്ടേജ് സോഴ്സ് മാത്രം. വോൾട്ടേജ് സോഴ്സ് മാത്രമാണ്, എല്ലാം സീരീസ് ആണ്. സർക്യൂട്ട് കാണുന്നുണ്ടല്ലോ, സീരീസ് ആണ്. അപ്പോൾ 60 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 2 പ്ലസ് 3 എത്രയായി? 60 ഡിവൈഡഡ് ബൈ 10. 5 കൂട്ടിയ 10 ആയി. അപ്പോൾ 6 ആംബിയർ കറണ്ട് ആയി. വോൾട്ടേജ് അക്രോസ് 5 ഓം എന്ന് പറഞ്ഞാൽ 6 ആംബിയർ ഇൻറ്റു 5 ഓം 30 വോൾട്ട്. 30 വോൾട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് പോസിറ്റീവിൽ നിന്ന് ഇങ്ങനെ പോകുന്നു എന്നും കൂടി നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. പ്ലസും മൈനസ് ഈ ഡയറക്ഷനിൽ തന്നെയാണ്. 5ൻ്റെ ഡയറക്ഷനും ഇത് തന്നെയാണ്. ഐ മീൻ വിൻ്റെ ഡയറക്ഷനും പ്ലസും മുകളിലും താഴെ നെഗറ്റീവായിട്ട് തന്നെയാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ സർക്യൂട്ട് നോക്കിയാൽ കാണാൻ കഴിയും, ഈ കറണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ കയറി ചെയ്യുക, ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ഇവിടെയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇങ്ങോട്ടുമാണ് സ്പ്ലിറ്റ് ആവുക. ക്ലോക്ക് വൈസിലാണ് സ്പ്ലിറ്റ് ആവുക. അപ്പോൾ 6 ആംബിയർ കറണ്ട് സ്പ്ലിറ്റ് ആവുന്നത് 2ക്കും 5 പ്ലസ് 2 8ക്കും കൂടി ചേർന്നിട്ടാണ്. ദാറ്റ് ഈസ് 6 ഇൻറ്റു 2 8 കൂടി പോകണല്ലേ, അല്ലെങ്കിൽ 5 കൂടി പോകണേ. സോ 6 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 5 പ്ലസ് 2 പ്ലസ് 3 12 ബൈ 10 1.2 ആണ്. V2 എന്ന് പറഞ്ഞാൽ 1.2 ഇൻറ്റു 5 ഈക്വൽ ടു 6 ആണ്. -6 എടുക്കാൻ കാരണം കറണ്ടിൻ്റെ ഡയറക്ഷൻ ബിന്ന് എയിലേക്കാണ്. പക്ഷെ നമുക്ക് പൊട്ടൻഷ്യൽ എടുത്തിരിക്കുന്നത് പ്ലസ് മുകളിലും മൈനസ് താഴെ ആയതുകൊണ്ട് നെഗറ്റീവ് മാർക്ക് ചെയ്യണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കറണ്ട് ഡയറക്ഷൻ പ്ലസ് നിന്ന് മൈനസിലേക്ക് ഒഴുകുള്ളൂ. പക്ഷേ ഇവിടെ കറണ്ട് പ്ലസ് നിന്ന് മൈനസ് നിന്ന് പ്ലസ്സിലേക്കാണ് കാണിച്ചിരിക്കുന്നത്, ബി ടു എയിലേക്കാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തേ പറ്റുള്ളൂ, പൊട്ടൻഷ്യൽ നമുക്ക് വേണ്ടത് എ ടു ബി ആണ് പോസിറ്റീവായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ -6 ആണ് എടുക്കേണ്ടത്. അടുത്തതും നമ്മൾ ഏതൊക്കെ ഒഴിവാക്കി? 60 വോൾട്ടേജ് സോഴ്സ് ഒഴിവാക്കി, 6 ആംബിയർ ഒഴിവാക്കി, ബാക്കി 2 ആംബിയർ കറണ്ട് മാത്രമായി. 2 ആംബിയർ കറണ്ട് ബി എന്ന് പറയുന്ന ജംഗ്ഷനിൽ എത്തുമ്പോൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒന്ന് 5ൽ കൂടിയും പോവും, ഒന്ന് 2 പ്ലസ് 3 കൂടിയും പോവും. നമുക്ക് 5 കൂടിയാണ് വേണ്ടത്. സോ ദാറ്റ് ഈസ് 2 ഇൻറ്റു കറണ്ട് ഡിവിഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 5 പ്ലസ് 2 പ്ലസ് 3. 5 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 10. 10 ഡിവൈഡഡ് ബൈ 10 1 ആംബിയർ കറണ്ട്. 1നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 വോൾട്ട്. നേരത്തെ മാതിരി തന്നെ കറണ്ടിൻ്റെ ഡയറക്ഷൻ സാധാരണ ഡയറക്ഷൻ്റെ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ അതിന് എന്ത് ചെയ്തേ പറ്റുള്ളൂ, മൈനസ് ഡയറക്ഷൻ മാർക്ക് ചെയ്തേ പറ്റുള്ളൂ. V3 എന്ന് പറയുന്നത് മൈനസ് ഡയറക്ഷനാണ്. ഇനി 3 വോൾട്ടേജും കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുകയും ചെയ്യും, ടോട്ടൽ വോൾട്ടേജ് കിട്ടുകയും ചെയ്യുന്നതാണ്. സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ V1 V എന്ന് പറയുന്നത് കണ്ടോ, V എന്ന് പറയുന്നത് മുകളിൽ എക്കാണ് പോസിറ്റീവ്, വിക്കാണ് നെഗറ്റീവ്. അപ്പോൾ V1 അങ്ങനെ ആവണം, V3 അങ്ങനെ ആവണം, V3 അങ്ങനെ ആവണം. അങ്ങനെ ആവാത്തത് കൊണ്ടാണ് കറണ്ട് ഡയറക്ഷൻ മൈനസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് 30 - 6 - 5. 30ൽ നിന്ന് 6 പോകുന്നു, 29 ആവുന്നു. 30ൽ നിന്ന് 6 പോകുന്നു, 24 ആവുന്നു. 24ൽ നിന്ന് 5 പോകുന്നു, 19 വോൾട്ടായി മാറുന്നു. 30ൽ നിന്ന് 6 പിന്നെ 5 പോയിട്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.